പ്രതിയുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ സംശയങ്ങളായി നിലനിൽക്കുന്നു. ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കണം. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമാണ്. ആ ചുമതല അവർ നിർവഹിക്കട്ടെ. സംശയത്തിന്റെ പേരിൽ ഒരാളെ ജയിലിലടയ്ക്കാൻ നിർവാഹമില്ല. അതിന് നിയമവുമില്ല. കേസന്വേഷണം തുടരട്ടെ. കേസന്വേഷണം തീരുന്നതുവരെ ജയരാമൻ ഈ ജില്ല വിട്ട് പോകാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കണം. ഇത്തരം ഉപാധികളോടെ ജയരാമന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മോനെ അമ്മേ, അച്ഛ, ഈ കേസ് അന്വേഷിച്ച് അച്ഛന് ജാമ്യം വാങ്ങി തന്നത് എന്റെ അമ്മയാ. നന്ദിനി കേസ് അന്വേഷിച്ചു. അസിസ്റ്റ് ചെയ്തത് ആരാണെന്നും കൂടി പറയേ. അത് ഞാനാ. ദേ ജയറാം, മിഠായി കിട്ടാത്ത കുട്ടിയെ പോലെ ദേ ഒരാള് പിണങ്ങി നിൽക്കുന്നു. ACP കാർത്തിക്. മോനെ, എന്താ കാർത്തിയേട്ട ഇത്? കാർത്തിയേട്ടന്റെ ജോലി വളരെ സത്യസന്ധമായിട്ട് ചെയ്തു. അതൊരു തെറ്റാണോ? പേഴ്സണൽ റിലേഷൻഷിപ്പിലൊന്നും വഴങ്ങാതെ നട്ടില്ല നിവർത്തി നിന്ന് നീതി നടപ്പാക്കണം. അതാണ് ഒരു പോലീസുകാരൻ. അതായിരിക്കണം നിയമപാലകൻ. അത് കൃത്യമായിട്ട് കാർത്തിയേട്ടൻ ചെയ്തു. അതിലെനിക്കും അഭിമാനമല്ലേ? എന്തായാലും എനിക്ക് കുറെ കൂടി ഒന്ന് അന്വേഷിക്കാമായിരുന്നു. എന്റെ അച്ഛനെ ആർക്കും സംശയിക്കാവുന്ന നിലയിലല്ലേ ആ കേസിന്റെ എവിഡൻസുകളൊക്കെ ഗുണ്ടകൾ ഒരുക്കി വെച്ചത്. പോലീസുകാരെക്കാൾ വലിയ ബുദ്ധിയാ ശത്രുക്കൾ പ്രയോഗിച്ചത്. എന്തായാലും CBIയെക്കാളും വലിയ ഇൻവെസ്റ്റിഗേഷനാ ദേവമ്മയും മീനാക്ഷിയും കൂടി നടത്തിയത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നീ ദേഷ്യ ഉള്ളിൽ വെച്ച് എന്നോട് പെരുമാറുവോ? നോ, നെവർ. എനിക്ക് എന്റെ അച്ഛൻ കുറ്റക്കാരനല്ലാന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു. അതിൽ ഞാൻ വിജയിച്ചു. എന്തായാലും ജാമ്യം കിട്ടിയില്ലേ. എനിക്ക് എന്റെ കാർത്തേട്ടനോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ എനിക്ക് കാർത്തേട്ടനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ പാവമായ ചേച്ചി കൊന്നുകൊണ്ട് എന്റെ അച്ഛനെ കുരുക്കിയവരാ ഈ കേസിലെ യഥാർത്ഥ പ്രതികള്. അവരെ എത്രയും വേഗം കണ്ടെത്തി കാർത്തേട്ടൻ അവരെ അറസ്റ്റ് ചെയ്യണം. തീർച്ചയായും മായമ്മ കൊലക്കേസിലെ യഥാർത്ഥ പ്രതികളെ ഞാൻ ഉടനെ തന്നെ കണ്ടെത്തും. ഒട്ടും താമസിക്കില്ല. പ്രതികൾ കൺമുൻപിൽ കിടന്ന് വിലസുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുകയേ വേണ്ടു. നാളെയല്ലേ ആ മൈഥിലിയുമായുള്ള ഡിവോഴ്സ് കേസിന്റെ അവധി? അതെ, നാളെ തന്നെ ഒരു വലിയ കേസിന്റെ ഭാരം എന്റെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുക കാർത്തേട്ട. ഇനി വരുന്നത് നമ്മുടെ നല്ല ദിവസങ്ങളാണ്. ഹലോ സർ. എന്തായി? ഇത്രയും നാൾ കൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തോ? എടുത്തു സർ. പോസിറ്റീവോ നെഗറ്റീവോ? ഞങ്ങൾക്ക് പോസിറ്റീവാ. നിങ്ങളൊന്ന് പുറത്തിരിക്കെ, ഞാൻ മൈഥിലിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ സർ. പറയൂ. ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. തുറന്നു പറഞ്ഞോളൂ. ആലോചിച്ച് ഒരു തീരുമാനം എടുത്തോ? എന്റെ തീരുമാനം അവർ അംഗീകരിക്കില്ല സർ.
വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? നിങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെന്നോ? കാര്യങ്ങള് ഞാൻ തുറന്നു പറയാം. തുറന്നു പറയണം. ഇവിടെ കള്ളത്തനം പറഞ്ഞാലേ ആ നിങ്ങൾക്ക് തന്നെയാ കുഴപ്പം. പറയൂ, കേക്കട്ടെ. എനിക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്തത്. പക്ഷേ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. കുറച്ച് ദിവസത്തിനകം ഞാൻ തിരിച്ചു വരികയും കാർത്തിയോടും കുട്ടിയോടും ഒപ്പം ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്തു. കാർത്തിയോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാർത്തിക്ക് എന്നോട് ക്ഷമിക്കാനുള്ള വലിയ മനസ്സുണ്ട്. കാർത്തി എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. പിന്നെന്താ കുഴപ്പം? കാർത്തിയുടെ വീട്ടുകാര് അവര് ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് സമ്മതിക്കുന്നില്ല. അവരെന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാർത്തിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കാർത്തിയും വിവാഹമോചനത്തിന് സമ്മതിച്ചത്. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കല്ല വിവാഹമോചനം വേണ്ടത്, വീട്ടുകാർക്ക്. അതെ, ഞാനിപ്പോ ഞങ്ങളുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് മുലയൂട്ടുന്നുണ്ട്. എനിക്കും കാർത്തിക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് കാർത്തിയെയും എന്റെ കുഞ്ഞിനെയും പിരിഞ്ഞു പോവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്റെ കുഞ്ഞും കാർത്തിയും ഇല്ലെങ്കിൽ സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല. സാറ് എങ്ങനെയെങ്കിലും കാർത്തിയെ കൺവിൻസ് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെന്താ, കോടതി ആരെയും വേർപിരിക്കാനല്ല ശ്രമിക്കുന്നത്, പൊരുത്തപ്പെടുത്തി കൊണ്ടുപോവാന്. പ്രത്യേകിച്ച് കുട്ടി കൂടിയായ സ്ഥിതിക്ക്. ഞാൻ അയാളോട് സംസാരിച്ച് ഒരു നല്ല ഡിസിഷനിലെത്താൻ ശ്രമിക്കാം.